നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു തുള്ളി എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചക്ക വരട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, ഇതൊന്നും കേടുവരുമില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാൻ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചക്ക ഞാനത് മുഴുവനായിട്ട് മുറിച്ചെടുക്കുകയാണ്. മഴക്കാലത്ത് കിട്ടിയ ചക്ക ആയതുകൊണ്ട് മധുരമൊന്നുമില്ല, നല്ല കട്ടിയുള്ള ചോളയും കാണാനും നന്നായിട്ടുണ്ട്, പക്ഷേ മധുരം കുറവാണ്. അപ്പോൾ പിന്നെ ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ തന്നെ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബെല്ലൈക്കൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തിയ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഇത് ഞാൻ ചക്ക മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വലിയൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക കേട്ടോ, കേടുവരാതിരിക്കുക. അതിങ്ങനെ വെച്ച് പറഞ്ഞാൽ കേടുവരികയില്ല. ഞാൻ അതിൻ്റെ മുമ്പിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടാകുന്ന ചക്ക കേടുവരാതെ വർഷങ്ങളോളം സൂക്ഷിക്കാമെന്നുള്ളൊരു വീഡിയോ. അത് ഞാൻ വേറെ രീതിയിലായിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഞാനത് മുഴുവനും മുറിച്ചെടുത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതിൽ നിന്ന് എടുത്തിട്ട് ഇത് പുറത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ലപോലെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ചുളയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അതിന് നല്ലപോലെ സോഫ്റ്റ് ആയതിനു ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് മുറിച്ചിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും കൂട്ടാതെ വേണം അരച്ചെടുക്കാൻ. ഒരു തുള്ളി വെള്ളം ഒഴിക്കാതിട്ട്, വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലപോലെ അരഞ്ഞ് കിട്ടും. പിന്നെ ഞാനിതാ ഒരു 400 ഗ്രാം വെല്ലം എടുത്തിട്ട് ഉരുകാൻ വിട്ടിട്ടുണ്ട്. ചക്ക അരച്ചത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു ചട്ടി ഇവിടെ നോൺ സ്റ്റിക്കിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വെല്ലം ഉരുക്കിയത് തേങ്ങൻ്റെ 2ാം പാലും കൊണ്ടാണ് വെല്ലം ഉരുക്കിയത്. നിങ്ങൾക്ക് വെള്ളം കൊണ്ട് വേണമെങ്കിൽ ഉരുക്കാം കേട്ടോ. ഞാനിത് അരച്ചത് 4 കപ്പ് ചക്ക അരച്ചത് കേട്ടോ. അതിൽ അപ്പോൾ വെല്ലം ഉരുക്കിയതിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുണ്ട് ചട്ടിയിൽ. അതിനിട്ടതിന് ശേഷം പകുതി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം ബാക്കി പകുതി ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ ചക്ക അരച്ചത് 4 കപ്പുണ്ട്. അപ്പോൾ 4 കപ്പ് ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം വെല്ലും ചക്കയും കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് കുക്കറിലിട്ട് ചക്ക ചോള വേവിക്കണമൊന്നുമില്ല, അതങ്ങനെ തന്നെ വേവിക്കണുള്ളൂ. നല്ലപോലെ ഇത് തിളച്ച് വെന്ത് കിട്ടണം കേട്ടോ. തിളയ്ക്കുമ്പോൾ നല്ല പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് വിട്ട് നിന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നീളമുള്ള ഒരു കയ്യിലും കൊണ്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത് നെയ്യോ എണ്ണയോ ഒന്നുമില്ല, തേങ്ങൻ്റെ 1ാം പാല് മാത്രമാണ്. അതിന് ഞാനിത് ഒരു 3 തേങ്ങ എടുത്തിട്ട് പൂണ്ടെടുത്തതിന് ശേഷം നല്ലപോലെ മിക്സിയിലിട്ട് ചതച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല കട്ടിയുള്ള പാലാക്കിയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. 3 തേങ്ങയിൽ 2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അരച്ചെടുത്തപ്പോഴാണ് ഈ 2 ഗ്ലാസ് പാല് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയൊക്കെ വെച്ചിട്ട് ചെയ്യാട്ടോ. ഞാൻ അതൊന്നും ചെയ്യണില്ല, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാലിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. പിന്നെ അത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കുറുക്കി വറ്റിച്ചെടുത്തതിന് ശേഷം നോക്കിയപ്പോൾ കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച വെല്ലത്തിൽ നിന്ന് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വെല്ലം ഒരുപാട് വെള്ളം ഒഴിക്കാതെ ഞാൻ ഉരുക്കിയത്, അതുകൊണ്ടാണ് കട്ടി അയക്കുന്നത്. അതിന് ഞാൻ കുറച്ചും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. മിക്സാക്കുമ്പോൾ വെല്ലത്തിൻ്റെ കട്ടയൊക്കെ അലിയും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഏലക്കായൻ്റെ പൊടിയോ ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ ഒക്കെ ഇടാം. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ചക്കൻ്റെ ഫ്ലേവർ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാനതുകൊണ്ട് ഇതിൽ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ, ഒരു ഫ്ലേവറും ഇടുന്നില്ല, ചക്കൻ്റെ ഫ്ലേവർ മാത്രമേ ഉള്ളൂ. ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ടോ. ഞാനിതിൻ്റെ മുമ്പിൽ ചക്ക വരട്ടിയത് വേറെ രീതിയിൽ ഞാൻ ചക്ക വരട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് 1 വർഷം വരെ പുറത്തിരുന്നാലും കേടുവല്ല, അങ്ങനത്തെ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും കേടൊന്നും വരില്ല കേട്ടോ. നമ്മളിതിലൊരു തുള്ളി വെള്ളമില്ല നോക്കിയാൽ മതി. പിന്നെ ഉണ്ടാക്കി വെക്കണ പാത്രത്തിൽ ഒരു പൊട്ട് വെള്ളം ഉണ്ടാകരുത്, എടുക്കണ കയ്യിലുകളിലും വെള്ളം ഉണ്ടാകരുത്. അങ്ങനെയൊക്കെ നോക്കി പറഞ്ഞാൽ അത് ഒരുപാട് നാളും കേടുവരാതിരിക്കും. അതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കി, ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിപ്പിക്കാം. നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓഫാക്കട്ടെ. ഞാനിത് ഒന്നും കൂടി കട്ടിയാക്കിയിട്ട് എടുക്കുന്നത്. നമ്മൾ ഒഴിച്ച എണ്ണ അങ്ങനെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതൊരു പൊട്ട് പോലും കേട് വരില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാമു അലൈക്കും, ബൈ.